ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ അന്വേഷിച്ച് നടന്ന ഒരു കാര്യമാണ്, നമുക്ക് ലൈസൻസ് പ്രിന്റ് അടിച്ച് എവിടെ കിട്ടും. നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പുതിയതായിട്ട് ലൈസൻസ് എടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈസൻസ് അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്, പാസ്സാവുന്നത്. അതിന് ശേഷമാണ് നമുക്ക് പുതിയ ലൈസൻസ് കിട്ടുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം ഇപ്പോൾ പുതിയ ലൈസൻസിൻ്റെ പ്രിൻറ്റിങ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈസൻസ് കിട്ടുന്നില്ല. അപ്പോൾ വെളിയിലേക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പുതിയ, അതായത് PVC കാർഡിലെ ലൈസൻസ് നിർബന്ധമാണ്. PVC കാർഡ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പല കമ്പനികളിലും ജോലിക്ക് കയറണമെങ്കിൽ, നാട്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് PVC കാർഡ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പലരും ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ PVC കാർഡ് പ്രിൻ്റ് അടിച്ച് ചങ്ങനാശ്ശേരിയിലെ കോട്ടയത്തുള്ള വീണ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. എനിക്ക് ഇന്ന് കിട്ടി, അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലൈസൻസ്. നമ്മളുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഞാൻ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ലൈസൻസ് PVC ആയിട്ട് വേണം, അത്യാവശ്യമായിരുന്നു. കാരണം പുതിയ ഒരു ജോലിക്ക് കയറാനും കാര്യത്തിനുമൊക്കെ. അപ്പോൾ അതിനുവേണ്ടി അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് മധുചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഓഫീസിൽ വിളിച്ച് പ്രേമചേട്ടൻ്റെ ഇതിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷമാണ് ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഈ പ്രിൻറ്റിങ് ഉണ്ടെന്ന് മധുചേട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മുടെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട 2 ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ. അതായത് നമ്മൾ ടെസ്റ്റ് പാസ്സായി നമ്മുടെ ലൈസൻസ് അപ്രൂവ് ആയതിനു ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് നമ്മൾ വീണയിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് അവർ പ്രിന്റ് ആയിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ ഒറിജിനൽ ലൈസൻസ് ആണിത്. ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ ലൈസൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ ഇനി നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ അക്ഷയ വഴി ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു തവണ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോഴും പോയി പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ല. പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷയയിൽ ചെന്നിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, നമ്മൾ ചിലപ്പോൾ പ്രിൻ്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത്, ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് 5 ലൈസൻസ് ആണുള്ളത്. നമ്മുടെ 2 വീലറിൻ്റെ ഉണ്ട്, 3 വീലറിൻ്റെ ഉണ്ട്, 4 വീലറിൻ്റെ ഉണ്ട്, പിന്നെ ഹെവി ഉണ്ട്, ട്രെയിലറുണ്ട്. അപ്പം നമ്മുടെ ഈ കാർഡിൽ നമുക്ക് 5 ലൈസൻസ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് 4 ലൈസൻസേ വരൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾ അക്ഷയയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലൈസൻസ് നമുക്ക് കളയണം. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് ഓട്ടോറിക്ഷയുടെ ലൈസൻസ് കേരളത്തിൽ ആവശ്യമില്ല ഓട്ടോ ഓടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നമ്മുടെ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള അവരോട് പറഞ്ഞാൽ മതി, നമുക്ക് ഇന്ന പോലെ ലൈസൻസ് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ലൈസൻസ് നമുക്ക് ഇതിൽ നിന്നും കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ അതിനുള്ള റിക്വസ്റ്റ് നമ്മുടെ RT ഓഫീസിലോട്ട് വിടുകയും RT ഓഫീസിൽ നിന്ന് അപ്രൂവ് ആയതിനു ശേഷം നമ്മൾ തിരിച്ച് വീണയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ കാർഡ് ഇതുപോലെ പ്രിൻ്റ് അടിച്ച് തരും. അതല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഓട്ടോയുടെ ഇല്ല, കാറിൻ്റെ ഉണ്ട്, ബൈക്കിൻ്റെ ഉണ്ട്, പിന്നെ ഒരു ഹെവിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഡയറക്റ്റ് വീണയിൽ ചെന്നാൽ മതി, ഈ ഒരു കാർഡ് പ്രിൻ്റ് അടിച്ച് തരും. അപ്പം ഇത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സലാം.